അപ്പോൾ നവാസെ, കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി പുള്ളിക്കാരൻ്റെ ഫാമിലിയും ഇലക്ഷൻ പ്രചരണ സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ, അതുപോലെ തന്നെ ദിയ കൃഷ്ണകുമാർ, ഇവർ രണ്ടുപേരും ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഞങ്ങൾ വീട്ടിൽ രാഷ്ട്രീയം സംസാരിക്കാറില്ല, BJP എന്ന പാർട്ടിയെ അല്ല അവരുടെ അച്ഛന് വേണ്ടിയിട്ട്, അതായത് കൃഷ്ണകുമാർ ജിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണമെന്നാണ് ആളുകളോട് പറയുന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം. അതായത് പാർട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമല്ല, വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണം. ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യൂ, പാർട്ടിക്കല്ല വ്യക്തിക്ക് വോട്ട് ചെയ്യുന്ന എന്ന തരത്തിലുള്ള ഒരു പ്രചരണമാണ് ഇവിടെ കൊല്ലത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് നവാസിന് തോന്നുന്നത്? ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളൊക്കെ ആണെങ്കിൽ വ്യക്തി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നബാധിതമാണെങ്കിലും നമുക്കതൊന്ന് കളഞ്ഞേക്കാവുന്ന സംഭവമാണ്. അതെ, പക്ഷെ ഒരു പൊതു തെരഞ്ഞെടുപ്പ്, അതായത് ദേശീയ തലത്തിൽ ആരാണ് അധികാരത്തിൽ വരുന്നത്, അല്ലെ പാർലമെന്റിൽ എന്ത് തരം നിയമങ്ങളാണ് നയങ്ങളാണ് കൊണ്ടുവരേണ്ടത്, ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റു കാര്യപരിപാടികളിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കേണ്ട ആളുകളെയാണ് നമ്മൾ നമ്മുടെ പ്രതിനിധികളായിട്ട് പാർലമെന്റിലേക്ക് അയക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ വ്യക്തികളെ നോക്കിയിട്ട് വോട്ട് ചെയ്യാൻ സാധ്യമല്ല. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ആളായാലും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആളായാലും അല്ലെ BJPയുടെ മറ്റേത് സ്ഥാനാർത്ഥികളായി കഴിഞ്ഞാലും അവരുടെ വ്യക്തി എന്ന് പറയുന്ന സംഭവം ഇവിടെ വെച്ചിട്ട് മാത്രമേ പാർലമെന്റിലോട്ട് പോകാൻ പറ്റൂ. പാർലമെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പാർലമെന്റേറിയൻസ് ആണ്, അവരുടെ പാർട്ടി പറയുന്ന അനുസരിച്ച് അവർക്ക് വോട്ട് ചെയ്യേണ്ടി വരും. BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ അല്ല. BJPയുടെ പോളിസികൾ എന്താണ്, ഹിന്ദുത്വ അജണ്ടകൾ എന്തൊക്കെയാണ്, അവർ കൊണ്ടുവരേണ്ട നിയമങ്ങളിൽ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്, ഹിന്ദുത്വ ഐഡിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതെല്ലാം അവർക്ക് പിന്തുണയ്ക്കേണ്ടി വരും. ആ നിയമങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യേണ്ടി വരും. സോ ഇപ്പം ദിയാകൃഷ്ണ ആയാലും കൃഷ്ണകുമാറിൻ്റെ ഭാര്യ ആയാലും ഇനി സുരേഷ് ഗോപി ആയാലും ആരായാലും ഇവർ പറയുന്നത് വ്യക്തി അധിഷ്ഠിതമായിട്ട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വോട്ട് ചെയ്യുന്നതും പ്രശ്നമായിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ തൃശ്ശൂരിലാണെങ്കിലും സുരേഷ് ഗോപിയുടെ ഒരു പ്രചരണ രീതിയും ആ രീതിയിൽ തന്നെയാണ്. നിങ്ങൾക്ക് സുരേഷ് ഗോപിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ, സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിക്ക് വോട്ട് ചെയ്യുന്നത് എന്നുള്ള തരത്തിലാണ്. ഇപ്പോൾ CA പോലെയുള്ള നിയമങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലും വളരെ വ്യക്തമായ രീതിയിൽ CA അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാട് സുരേഷ് ഗോപി സ്വീകരിക്കുമ്പോഴും അപ്പുറത്തെ ആള് പോയിട്ട് എന്താണ് നോമ്പ് തുറക്കുന്നു, ആളുകളുടെ മുസ്ലിംസിനോട് നോമ്പ് തുറക്കുന്നു, അവരുടെ ഉപവസിക്കുന്നു, എന്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വളരെ പറയുന്നതിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ആൾ പോകുന്നത്. പക്ഷേ എങ്കിലും അവിടെ സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹിക്ക് വോട്ട് ചെയ്യുന്നതാണ് അവിടെ പ്രചരണത്തിൽ ചോദിക്കുന്നത്. ഇത് കൺവിൻസിങ് ആണെന്ന് തോന്നുന്നുണ്ടോ സാധാരണക്കാർക്ക്? അപ്പം ഞാനാണെങ്കിലും എൻ്റെ വീടിനടുത്തുള്ള ആളുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, എൻ്റെ മണ്ഡലം, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്ന മണ്ഡലം തൃശ്ശൂരാണ്, അപ്പം എൻ്റെ വീടിനടുത്തുള്ള ആളുകളൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്, അപ്പോൾ ആൾക്ക് പോയി വോട്ട് ചെയ്യുക എന്നുള്ള തരത്തിൽ. അപ്പോൾ അത് സാധാരണക്കാരനത് കൺവിൻസിങ് ആണെന്ന് തോന്നുന്നുണ്ടോ ഇത്തരത്തിൽ അനലൈസ് ചെയ്യാൻ പറ്റാത്തവർക്ക്? ഇപ്പൊ സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡന്റിറ്റി രൂപപ്പെട്ട് വന്നിട്ടുള്ളത് സിനിമകളിലൂടെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനമായിട്ടുള്ള കോടീശ്വരൻ പോലെയുള്ള പരിപാടികളിൽ അതുവഴി ആളുകളെ സഹായിക്കുന്നതിലൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ മനുഷ്യർക്കിടയിൽ ഈ വളരെ ഓഡിയൻസ് ഉണ്ടായിരുന്ന പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത വ്യക്തി, അല്ലെ സിനിമകളിൽ അഭിനയിച്ച വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രഭാവം വെച്ചിട്ടാണ് അദ്ദേഹം മനുഷ്യ സ്നേഹിയാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അദ്ദേഹം എപ്പം ഒരു BJP സ്ഥാനാർത്ഥിയാകുന്നോ, അത് മുമ്പ് പറഞ്ഞത് തന്നെയാണ്, BJP സ്ഥാനാർത്ഥി എപ്പോഴാകുന്നു അപ്പം മുതൽ അയാളൊരു സംഘപരിവാറുകാരനാണ്. അപ്പൊ സംഘപരിവാറുകാരനാണ് എന്നുള്ള ലിമിറ്റേഷനുകൾക്കുള്ളിൽ നിന്ന് മാത്രമേ തീർച്ചയായിട്ടും എല്ലാ പാർട്ടികൾക്കും BJP മാത്രമല്ല. ഇപ്പൊ സുരേഷ് ഗോപി CPIM-കാരനാണെങ്കിൽ CPIM-കാരനായിട്ടാണ് മത്സരിക്കുക, അല്ലാതെ സുരേഷ് ഗോപി ആയിട്ടല്ല മത്സരിക്കുക. അവിടെ വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഫോർ എക്സാമ്പിൾ മാതാവിന് കൊണ്ടുവന്ന് സ്വർണ്ണക്കിരീടം വെക്കുമ്പോഴും അദ്ദേഹത്തിന് മണിപ്പൂരിൽ നടക്കുന്ന വംശീയ കലാപത്തിൽ ഇതേ ക്രിസ്തീയ ന്യൂനപക്ഷം ഏൽക്കുന്ന മർദ്ദനങ്ങൾക്കും ഓപ്പറേഷനും നിലപാടുകളില്ല. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് പോലെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യുന്ന ഒരു നിയമത്തിൽ സുരേഷ് ഗോപിക്ക് ഒപ്പീനിയൻ ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടർ ഇദ്ദേഹത്തിനോട് CA-യുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഒഴിവ് പറഞ്ഞ് വണ്ടിയിൽ കയറി പോവുകയാണ് ചെയ്തത്. സോ ആ സമയത്ത് മനുഷ്യസ്നേഹി എന്ന സുരേഷ് ഗോപി അല്ല. എനിക്ക് തോന്നുന്നു ഇപ്പം എത്ര നോമ്പ് തുറ നടത്തിയാലും സുരേഷ് ഗോപിക്ക് CA-യുടെ കാര്യത്തിൽ മറുത്തൊരു കാര്യം പറയാനായിട്ട് സാധിക്കില്ല, എത്ര വലിയ മനുഷ്യസ്നേഹിയാണെങ്കിലും. കാരണം അദ്ദേഹം BJP പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ BJP-ക്കൊപ്പം നിൽക്കാനേ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. എത്ര വലിയ മനുഷ്യസ്നേഹിക്കും അതിനെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വോട്ട് ചെയ്യുന്ന സമയത്ത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം, വ്യക്തിക്ക് വോട്ട് ചെയ്യരുതെന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം.
വിപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ചീഫ് വിപ്പ് എന്ന് പറയുന്നത് പാർട്ടി സ്ട്രക്ചറിനുള്ളിൽ വരുന്നതാണ്. പാർലമെന്ററി പൊളിറ്റിക്സിൽ പാർട്ടിയിലെ വിപ്പുകൾ പുറപ്പെടുവിക്കുന്ന തീരുമാനത്തിനനുസരിച്ച് നിൽക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ CPIM ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ജയിച്ച് പാർലമെന്റിൽ എത്തുന്ന സമയത്ത് CPIMന്റെ ചീഫ് വിപ്പ് എന്താണോ പറയുന്നത് അതനുസരിച്ച് മാത്രമേ അവർക്ക് പാർലമെന്റിൽ നിലപാടെടുക്കാനും വോട്ട് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പം സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. BJP ചീഫ് വിപ്പ് എന്താണ് പറയുന്നത്, CAAക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം, അല്ലെ പാർലമെന്റിൽ നാളെ സെക്യുലറിസം എന്നുള്ള വാക്ക് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് ഒരു നയം കൊണ്ടുവരുന്നു. ആ നയത്തിന് സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിക്കും എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, ഇവരുടെ ചീഫ് വിപ്പ് പറയുന്ന അനുസരിച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം ചീഫ് വിപ്പ് ഒരു നോട്ട് ഇഷ്യൂ ചെയ്യുകയാണ്, ഈ BJPയുടെ MPമാർ ഇന്ന നിലപാട് മാത്രമേ ഇന്ന കാര്യത്തിൽ എടുക്കാവൂ, ഈ നിയമത്തിൽ വോട്ട് ചെയ്യണം, എല്ലാ അംഗങ്ങളും പ്രസന്റ് ആയിരിക്കണം എന്നൊക്കെ വിപ്പിന് പറയാൻ സാധിക്കും. വിപ്പ് പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഇവർക്കെതിരെ നടപടികൾ എടുക്കാനും വിപ്പിന് അധികാരമുണ്ട്. സോ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി എത്ര മനുഷ്യസ്നേഹിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും BJPയുടെ ചീഫ് വിപ്പ് പറയുന്ന അനുസരിച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം പൊളിറ്റിക്സ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പാർലമെന്ററി പൊളിറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ വ്യക്തികൾക്കല്ല, ആ വ്യക്തികൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ ഐഡിയോളജിക്കും തന്നെയാണ് സ്ഥാനം. അതുപോലെ തന്നെ ഈ MP യുടെ ജോലി എന്താണെന്നുള്ള കാര്യം ഇപ്പോഴും ആളുകൾക്ക് കൃത്യമായിട്ട് അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇപ്പൊ സുരേഷ് ഗോപി പറയാണ്, ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂർദുപള്ളി മാധവന് എന്താ കുറച്ചുകൂടെ വലിയൊരു എന്തോ സ്വർണത്തിന്റെ ഒരു ഉപഹാരം കൊടുക്കും എന്ന് പറയുന്നുണ്ട്. എന്താണ് MP യുടെ ജോലി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എന്താണ് MP യുടെ ശരിക്കുള്ള ഒരു ജോലി? അല്ല, MPമാരുടെ ജോലിയെക്കുറിച്ചും താഴേക്കിടയിലുള്ള മനുഷ്യർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നാറുണ്ട്. അതായത് MP എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ചുമതലകളിൽ പെട്ടതാണ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട, അല്ലെ കേന്ദ്ര ഗവൺമെന്റിന്റെ. പക്ഷെ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന്, അല്ലെ ഒരു പാർലമെന്റേറിയൻ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പാർലമെന്ററി വർക്കുകളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. ബഡ്ജറ്റ്, നയരൂപീകരണങ്ങൾ, പ്രമേയം പാസ്സാക്കലുകൾ, ചോദിക്കലുകൾ, അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കൽ, ഇങ്ങനെ ധാരാളം ജോലികൾ ഈ പറഞ്ഞിട്ടുള്ള MPക്കുണ്ട്. അപ്പൊ സംസ്ഥാനത്തെ റോഡിന്റെ കുഴി അടയ്ക്കുക, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ബ്രിഡ്ജ് കൊണ്ടുവരിക, ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് ബഡ്ജറ്റ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല അദ്ദേഹത്തിന്റെ പ്രാഥമിക ധർമ്മങ്ങളിൽപ്പെട്ട കാര്യം. അപ്പോൾ MP നമ്മളിവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇവിടെ MP റോഡ് കൊണ്ടുവരുമെന്നുള്ളതിനെ പറ്റി അല്ല ചർച്ച ചെയ്യേണ്ടത്. അതായത് നമ്മുടെ എല്ലാം ജീവനും ജീവിതവും ഭാവി തലമുറയെ വരെ ബാധിക്കേണ്ട കാര്യങ്ങളിൽ, നയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കേണ്ട ഒരു ഇതുകൂടിയാണ് MP എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ MPയെ പറ്റി അല്ലെ MLAമാരെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഇത് രണ്ട് വിഭാഗമാണ്. നിയമനിർമ്മാണവും കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും. ലെജിസ്ലേച്ചറിന്റെ പാർട്ടായിട്ടാണ് MPമാർ നിൽക്കുന്നത്. എക്സിക്യൂട്ടീവാണ് ഈ പറഞ്ഞ മന്ത്രിമാരും IAS ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട വിഭാഗം. അപ്പോൾ അത് സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും ഒരുപോലെയാണ്. ആ ഒരു സെപ്പറേഷൻ നമ്മൾ അംഗീകരിച്ച് മാത്രമേ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇത്ര ലക്ഷം പേരെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ എത്തുന്നു. ആ മനുഷ്യരുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയനുകളും അവരുടെ ഒച്ചയും പാർലമെന്റിൽ എത്തിക്കുക, നിർണായകമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളിലും ഐക്യപ്പെടുകയും വിയോജിക്കുകയും ചെയ്യുക, അടിയന്തര പ്രാധാന്യമുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് പ്രമേയങ്ങൾ അവതരിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഒരു MPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഈ ഇലക്ഷൻ പത്രിക, ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു കാര്യം. എനിക്ക് തോന്നുന്നു വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ മനുഷ്യനും എല്ലാ പാർട്ടികളുടെയും ഇലക്ഷൻ മാനിഫെസ്റ്റോ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വോട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ വ്യക്തിക്ക് ആ ഇലക്ഷൻ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യമാണ്, ഇപ്പം ദിയ കൃഷ്ണകുമാർജിയുടെ മകൾ അവർ ഇലക്ഷൻ പ്രചരണത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, അതായത് നമ്മൾ വീട്ടിൽ പൊളിറ്റിക്സ് സംസാരിക്കാറില്ല. അത് ശുദ്ധ രാഷ്ട്രീയതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീട്ടിൽ നമ്മൾ ഡെയിലി ഇരുന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് ഈ പൊളിറ്റിക്സ് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം കൃഷ്ണകുമാർ NDAയുടെ ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പം ആ ഒരു രാഷ്ട്രീയ ബോധം ഈ അച്ഛൻ എന്ന നിലയിൽ അദ്ദേഹം കാണിക്കേണ്ടതാണല്ലോ. അപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മൾ രാഷ്ട്രീയം സംസാരിക്കാറില്ല, നമ്മൾ കൂടുതലും സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാറ്. അപ്പം യൂത്തിനിടയിൽ ഒരു വലിയ വിഭാഗം അരാഷ്ട്രീയരാണെന്ന് എനിക്ക് പൊതുവെ തോന്നാറുണ്ട്. അപ്പം ഈ അരാഷ്ട്രീയരായിട്ടുള്ള ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ വ്യക്തിക്ക് വോട്ട് ചെയ്യാന്നുള്ള കാര്യം വളരെ കൺവിൻസിങ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പം സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും ഒരു വലിയ വിഭാഗം ആളുകളും ലൈക്ക് പുതിയ വോട്ടേഴ്സാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്ന കാര്യം അവരെ നിത്യജീവിതത്തിൽ അഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്ന് പറയാം, അല്ലെ അഫക്റ്റ് ചെയ്യുന്നതിനെ അവരത്ര വലുതായിട്ട് കാണുന്നില്ല എന്ന് നമുക്ക് തോന്നും. രാഷ്ട്രീയമായിരിക്കുക എന്ന് പറയുന്നത് എന്തോ വലിയ അപരാധമായിട്ടാണ് ഈ ഒരു സെക്ഷൻ ഓഫ് ആളുകൾ കാണുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ പല കമൻറ്റ് സെക്ഷനും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക്
വളരെ പൊടുന്നനെ സ്വിച്ച് ഇട്ടതുപോലെ തന്നെ അവരുടെ ഒപ്പീനിയനുകളും അവരുടെ സൈഡ് മാറുന്നതായിട്ട് കാണാം. അത് ഭയങ്കര അപകടം പിടിച്ചൊരു കാര്യമാണ്. അപ്പം ഈ ദിയാ കൃഷ്ണ പറയുന്നത് പോലെ നമുക്ക് പൊളിറ്റിക്സ് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നത് അത് അഫക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ പ്രിവിലേജ് ആയിട്ടുള്ള സോഷ്യൽ ക്യാപിറ്റലുകളും സാമ്പത്തികമായിട്ടൊക്കെ നന്നായിരിക്കുകയും ചെയ്യുന്ന താഴെ തട്ടിലുള്ള പെട്രോളിന് വില കൂടിയാൽ അത് ബാധിക്കാത്ത, അല്ലെ റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കേണ്ടാത്ത മനുഷ്യർക്കാണ് പൊളിറ്റിക്സ് വീട്ടിൽ സംസാരിക്കേണ്ട ആവശ്യമില്ലാത്തത്. ബാക്കിയുള്ള സാധാരണ മനുഷ്യർക്ക് പൊളിറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് തൊഴിലുറപ്പ് പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് റേഷൻ കടയിൽ അരിക്ക് വില കൂടുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ പൗരത്വം റദ്ദായി പോകുമെന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ന്യൂനപക്ഷമായിരിക്കുന്ന പ്രശ്നം അതാണ്. അവർക്ക് സംവരണം പ്രശ്നമാണ്. സോ ഇതെല്ലാം പൊളിറ്റിക്സ് ആണ്. ഇതെല്ലാം അവരെ ബാധിക്കുന്ന കാര്യമാണ്. അവർക്കത് സംസാരിച്ചേ മതിയാകത്തുള്ളൂ. ഇപ്പൊ പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ചെയ്യുന്ന ആൾക്ക് കോൺഗ്രസും CPIM പൗരത്വ നിയമം റദ്ദാക്കുമെന്ന് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അവർ നയപരമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് രാഷ്ട്രീയമാണ്. BJPയുടെ മാനിഫെസ്റ്റോയിൽ എന്താണ് വരുന്നത് നമുക്ക് കാണാം. അവർക്ക് ഇനി അവർ സിറ്റിസൺഷിപ്പും ജമ്മു കാശ്മീരിന്റെ പദവി ഇല്ലാതാക്കുന്നതും യൂണിഫോം സിവിൽ കോഡ് എല്ലാം BJP മാനിഫെസ്റ്റോയിലുള്ള കാര്യമാണ്. അത് പൊളിറ്റിക്സ് ആണ്. ഈ MP-മാർ പോകുമ്പോൾ അവരുടെ എണ്ണം കൂടുകയാണ്. എണ്ണം കൂടുമ്പോൾ പാർലമെന്റിൽ ഭൂരിപക്ഷം കൂടുകയാണ്. പാർലമെന്റിൽ ഭൂരിപക്ഷം കൂടുമ്പോൾ നിയമങ്ങളും നയങ്ങളും പാസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം പൊളിറ്റിക്സ് അഫക്റ്റ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും 400 സീറ്റാണ് മോദി പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ 400 സീറ്റിന്റെ ഒരു അഡിഷൻ ആണ് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന ഓരോ BJP MLA-മാരും. അത് നമ്മൾ തീർച്ചയായിട്ടും മുഖവിലേക്ക് എടുക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളെ പറ്റിയിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് MP-മാർക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ മുന്നേ വളരെ വിവാദപരമായിട്ട് സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമാണ്, അടുത്ത ജന്മത്തിൽ എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം എന്നുള്ളത്. അങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ഒരു ദളിതൻ്റെ പ്രശ്നത്തെ പറ്റി സംസാരിക്കാനായിട്ട് സാധിക്കുക? ഒരു SC/ST വിഭാഗക്കാരനെ പറ്റി അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവരുടെ സംവരണത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുക? ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ കൃഷ്ണകുമാർജി അവരും കുഴി കുത്തി കഞ്ഞി കുടിക്കുന്ന സമ്പ്രദായം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു എന്ന് വളരെ അഭിമാനത്തോടു കൂടെ ഒരു വീഡിയോയിൽ പറയുന്നത് വലിയ വിവാദമായിരുന്നു. അതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെ അവരുടെ മകൾ ദിയാ കൃഷ്ണ, ഇപ്പം ഈ പറഞ്ഞ അരാഷ്ട്രീയമായ ഒരു വാദം പറഞ്ഞ ആൾ തന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് പണ്ടത്തെ കാലത്ത് ഒരു കസ്റ്റമാണ്, അത് അന്നത്തെ കൾച്ചറാണെന്നുള്ള രീതിയിൽ അതിനെ പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വ്യക്തികൾ, ഇപ്പോൾ സുരേഷ് ഗോപിനെ ഒരു ഭയങ്കര സൂപ്പർ സ്റ്റാർ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നു, നരേന്ദ്രമോദിയെ ഏറ്റവും വലിയൊരു ബ്രാൻഡായിട്ട് പ്രസന്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം വ്യക്തികളൊക്കെ കാണിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം, അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേരുറയ്ക്കാൻ BJPക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച്, നോർത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവരുടെ വർഗീയപരമായിട്ടുള്ള കുറേ നയങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയം വെച്ച് ഇവിടെ ജയിച്ചു വരാനായിട്ട് ഒരു അല്പം ബുദ്ധിമുട്ടാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം BJP വ്യക്തികളെ വെച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ആ സമയത്ത് തന്നെ ഒരു ചെറിയ ആരോപണം ഇതേ രീതിയിൽ തന്നെ CPM-നെതിരെ വരുന്നത്. KK ശൈലജ, വടകരയിലെ CPM സ്ഥാനാർത്ഥി KK ശൈലജയും ഇതുപോലെ KK ശൈലജ എന്ന വ്യക്തിയെ വെച്ചുകൊണ്ടാണ് പ്രചരണം പോകുന്നത് എന്നൊരു കാര്യം വരാറില്ലേ? അത് കണ്ടിരുന്നു നവാസ്? KK ശൈലജയുമായി ബന്ധപ്പെട്ട കാര്യം, KK ശൈലജ വ്യക്തിപ്രഭാവം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ KK ശൈലജ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായി പൊളിറ്റിക്സ് സംസാരിക്കുന്ന വ്യക്തിയാണ്. അവർ ഈ സംസ്ഥാനത്തെ ഒരു CPIM എന്ന് പറഞ്ഞ പാർട്ടിയുടെ MLA ആയിട്ട് വന്നു. അവരവിടെ നിന്ന് മന്ത്രിയായി. നിപ്പ, കോവിഡ് പോലെയുള്ള മഹാമാരികളിലൂടെ നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് വന്ന് അതിജീവിപ്പിച്ച, അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിപ്രഭാവം അവർക്കുണ്ടായിരിക്കും. ഇതേ വ്യക്തിപ്രഭാവം തന്നെ KK ശൈലജ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തത് അവരുടെ ഒരു പേഴ്സണൽ സ്പേസിൽ ഇരുന്നുകൊണ്ടല്ല. തീർച്ചയായിട്ടും ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ KK ശൈലജ അവർക്ക് ഉണ്ടായിട്ടുള്ള അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആ പാർട്ടിയുടെ പേരിൽ തന്നെ കിടക്കുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ, ഇവരൊരു 10 ലക്ഷം രൂപ എവിടെയെങ്കിലും ഡൊണേറ്റ് ചെയ്തു, അതല്ല KK ശൈലജ ചെയ്തത്. അവർ ആ ഒരു മന്ത്രിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് പണിയെടുത്തു എന്നുള്ളതാണ് എനിക്ക് അവിടെ വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലേ, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വിജ്ഞാപനം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. ആ സമയത്താണ് വളരെ ജനകീയമായിട്ടുള്ളൊരു മാർച്ച് മുന്നിൽ നിന്ന് KK ശൈലജ നയിച്ചത്. അവർ CAയിൽ നിലപാട് എടുക്കുക അവർ ചെയ്യുന്നത്. കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് സംസ്ഥാനത്തിന് തരുന്നില്ല എന്നുള്ളതിൽ നിലപാടെടുക്കുകയാണ് ചെയ്യുന്നത് അവര്.
ഫാർമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ നിലപാടെടുക്കുക ചെയ്യുന്നത്. സോ അവർ പൊളിറ്റിക്സ് സംസാരിക്കുക. പൊളിറ്റിക്സ് ഞാൻ CPM സ്ഥാനാർത്ഥി എന്നുള്ളതിൽ നിന്ന് മാറ്റി നിർത്തി KK ശൈലജ എന്നുള്ള വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ അവർ ഒരിക്കലും പറയുന്നില്ല. സോ ആ നിലയിൽ നമുക്ക് KK ശൈലജയെ നമുക്ക് താരതമ്യം ചെയ്യാനേ സാധിക്കത്തില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തികളിലേക്ക് അധിഷ്ഠിതമായി പോകുന്ന രാഷ്ട്രീയം, എനിക്ക് മാധ്യമങ്ങൾക്ക് തന്നെ അതിൽ വലിയൊരു പങ്ക് ഉണ്ട്. ഇപ്പം മാധ്യമങ്ങളെ കൊണ്ട് തന്നെ സുരേഷ് ഗോപി ചോദിപ്പിക്കുകയാണ്, സുരേഷ് ഗോപി എന്ന മനുഷ്യനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ, സുരേഷ് ഗോപി എന്ന മനുഷ്യനെ നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന്. ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് ഇതിലൊരു വലിയ പങ്ക്, ആ ഒരു രാഷ്ട്രീയതയിലൊരു പങ്ക് നമുക്ക് വേണമെങ്കിൽ അവരുടെ തലയിൽ ചുമത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മാധ്യമങ്ങൾ ഇവരെ പൊളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ബിക്കോസ് ഈ പറഞ്ഞിട്ടുള്ള ബ്രാഹ്മണനായിരിക്കുന്ന, എന്തുകൊണ്ട് ബ്രാഹ്മണനായിരുന്നാൽ മാത്രം ക്ഷേത്രത്തിൽ പൂജാരിയാവാൻ സാധിക്കുന്നു എന്നുള്ളതിനെ പറ്റി സുരേഷ് ഗോപി അവിടെ ചർച്ച ചെയ്യുന്നില്ല. സുരേഷ് ഗോപിക്ക് ബ്രാഹ്മണനാകേണ്ടി വരുന്നു പൂജാരിയാവാൻ. പിന്നെ അതുപോലെ തന്നെ ചോദ്യങ്ങൾ, രാഷ്ട്രീയ ചോദ്യങ്ങൾ എറിഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ ഒരുമാതിരി ലൈക്ക് പൂട്ടിടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. CAയെ പറ്റി ചോദിക്കുന്നു, മണിപ്പൂർ വിഷയം പിന്നെയും ചോദിക്കുന്നു. അപ്പോൾ ഇതിനൊന്നും സുരേഷ് ഗോപിക്ക് നിലപാടുകളില്ല എന്നുള്ള അത് വെളിച്ചത്ത് കൊണ്ടുവരാനും ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ സഹായിക്കുന്നുണ്ട്. സോ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും പൊളിറ്റിക്സ് പറഞ്ഞ് മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. വ്യക്തി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിക്ക് പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു BJPയുടെ ഒരേ ഒരു സ്ഥാനാർത്ഥിയാണ് വളരെ ആത്മാർത്ഥതയോടുകൂടെ BJPയുടെ എല്ലാവിധ ഐഡിയോളജീസും മുന്നോട്ട് വെച്ചുകൊണ്ട് മത്സരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് K. സുരേന്ദ്രനാണ്. വയനാട് മത്സരിക്കുന്ന K. സുരേന്ദ്രൻ. അദ്ദേഹം മാത്രമാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഞാനൊരു BJPക്കാരനാണ്, സത്യം ട്രൂ BJP സ്ഥാനാർത്ഥിയാണെന്നുള്ള രീതിയിൽ മത്സരിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്ത് പെട്ടുപോകാറുമുണ്ട്, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്, ട്രോളുകളിൽ കഥാപാത്രമായിട്ട് മാറുന്നുണ്ട്. എങ്കിലും അദ്ദേഹം ഒരു സത്യസന്ധനായ സത്യമുള്ള BJPക്കാരനാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, വ്യക്തിക്കല്ല വോട്ട് ചെയ്യേണ്ടത്, ആ വ്യക്തിയെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അപ്പൊ മലയാളികളുടെ ഒരു വലിയ പ്രശ്നമാണ് ചാരിറ്റി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ മലയാളികൾ അങ്ങ് വീണ് പോകും. അപ്പൊ എത്ര നല്ല മനുഷ്യസ്നേഹി എന്ന് പറഞ്ഞാലും എത്ര വലിയ ആളെന്ന് പറഞ്ഞാലും ആ ആൾ ഏത് പാർട്ടിയാണ് പ്രതിനിധീകരിക്കുന്നത്, ആ പാർട്ടിയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്താണോ, ആ പാർട്ടിയുടെ ഐഡിയോളജീസ് എന്താണോ, ആ പാർട്ടിയുടെ പോളിസീസ് എന്താണോ, അതിനനുസരിച്ച് മാത്രമേ ആ വ്യക്തിക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അനുഷ പറഞ്ഞ പോലെ തന്നെയാണ്, വ്യക്തി എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു മൂലയ്ക്ക് വെച്ചിട്ട് മാത്രമേ ഡൽഹിക്ക് ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അവിടെ എല്ലായ്പ്പോഴും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണോ ആ രാഷ്ട്രീയം തന്നെയാണ് പാർലമെന്റിലുള്ളത്. സോ സിറ്റിസൺഷിപ്പ് വന്നു കഴിഞ്ഞാലും, യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാലും, ബീഫിൻ്റെ ഒരു കാര്യം വന്നു കഴിഞ്ഞാലും, ഭരണഘടന സെക്യുലറായി ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ പോലും വ്യക്തിയല്ല രാഷ്ട്രീയമാണ് സ്വാധീനം ചെലുത്തുന്നത്. സോ അതുകൊണ്ടാണ് അൽഫോൺസ് കണ്ണന്താനത്തിനെ പോലെയുള്ള മികച്ച IAS ഉദ്യോഗസ്ഥനായിരുന്നെന്ന് ലോകം പറഞ്ഞിട്ടും അദ്ദേഹത്തിന് ബീഫ് കഴിക്കുന്നത് ഫോറിൻ കൺട്രി വെച്ച് കഴിച്ചിട്ട് നാട്ടിൽ വന്നാൽ മതി എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. സോ പൊളിറ്റിക്സ് എല്ലായ്പ്പോഴും വ്യക്തികളെ അഫക്റ്റ് ചെയ്യും. ആ പൊളിറ്റിക്സാണ് അവർ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് പൊളിറ്റിക്സിനെ മാറ്റി നിർത്തി വ്യക്തിക്ക് വോട്ട് കൊടുക്കാൻ 2024 ഇലക്ഷൻ എന്തായാലും സാധിക്കില്ല.